എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ടൊരു മോഹം വല്ലാതെ മനസ്സിൽ. അതിമോഹമാണ് മോനെ ദിനേശ, വേണ്ട എന്ന് മാത്രം പറയല്ലേ. മറ്റൊന്നുമല്ല, കുറച്ച് ബീഫ് കഴിക്കണം. അതും നല്ല നാടൻ പോത്തിൻ്റെ ചില മുറിച്ചിട്ട് നല്ല എണ്ണയിലിട്ട് വറുത്ത് ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ച്, പിന്നെ തേങ്ങ മുറിച്ച് അത് വറുത്ത് നല്ല റോസ് കളറിലാകുമ്പം അതിൻ്റെ കൊത്തുകൾ ഇങ്ങനെ അതിൽ വിതറി, കുറച്ച് വലിയ ഉള്ളിയല്ല അതിൻ്റെ മേലെ ഇങ്ങനെ മുറിച്ചിട്ട്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ തളിച്ചിട്ട് ഒരു പിടി പിടിക്കാൻ എന്താണെന്നറിയത്തില്ല, വല്ലാത്ത ഒരു മോഹം. അപ്പം മുട്ടച്ചേട്ടൻ്റെ ബീഫ്, നാടൻ പോത്ത് ബീഫിനായിട്ടുള്ള അന്വേഷണം ഇതാ ഇവിടെ തുടങ്ങുകയായി. കൂടുന്നോ നിങ്ങളുമൊപ്പം? ഇന്നത്തെ എൻ്റെ പതിവ് പ്രഭാത നടത്തം പോലും ഒഴിവാക്കി മുട്ടച്ചേട്ടൻ്റെ ബീഫ് അന്വേഷണം ആരംഭിക്കുകയായി. നോക്കാം എവിടം വരെ എത്തുമെന്ന്. അവിടെയും തപ്പി ഇവിടെയും തപ്പി എങ്ങും കിട്ടുന്നില്ല. എന്നാലും അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടുന്നത് വരെ ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുതന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യം. കിട്ടും, കിട്ടാതിരിക്കില്ല. നമുക്ക് യാത്ര തുടരാമല്ലേ. ഇനി വലിയ കയറ്റങ്ങൾ കയറിയുള്ള അന്വേഷണമാണ്. സഫറോങ്കി സിന്ദഗി ഓ കബി നഹി ഖതം ഹോ ജാത്തി ഹൈ. നമുക്ക് നോക്കാം അല്ലേ. എൻ്റെ അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന്. പലരോടും പലതും ചോദിച്ചു, പല ഉത്തരങ്ങളും കിട്ടി. പക്ഷേ ഞാൻ സ്വന്തമായിട്ടൊന്ന് ഹാപ്പി ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ആ സ്ഥലം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങാമായിരുന്നു എന്നിപ്പോൾ തോന്നുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും എടുത്തിട്ടില്ല. യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തും. യുറേക്ക. അങ്ങനെ മുട്ടച്ചേട്ടൻ ആ സംഭവം കണ്ടുപിടിച്ചു. ഇരിട്ടി അടുത്ത് ഉളിക്കലിൽ നിന്നും പുറവയിലേക്ക് പോകുന്ന വഴിക്കുള്ള അമ്മൂസ് ചിക്കൻ സ്റ്റാൾ ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആവശ്യമുന്നയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 380 രൂപ തരാൻ പറഞ്ഞു. ഞാൻ 500-ൻ്റെ ഒരു നോട്ടങ്ങ് എടുത്തു കൊടുത്തപ്പോൾ 120 രൂപ തിരിച്ചു തന്നിട്ട് എന്നോട് പറയുകയാണ് ഏത് ഭാഗമാണ് ബീഫിൻ്റെ വേണ്ടതെന്ന്. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ അതിൻ്റെ സാരഥി പറയുകയാണ് ഇവിടെ ഇങ്ങനെയുമുണ്ട്, കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഭാഗം മുറിച്ചു കൊടുക്കുമെന്ന്. നല്ല കാര്യം അല്ലേ സുഹൃത്തുക്കളെ. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്കിതിൻ്റെ ഈ സാരഥിയെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താ സുഹൃത്തെ പേര്? എൻ്റെ പേര് ഷിജു. എന്നെ അറിയുമോ? പിന്നെ മുട്ടച്ചേട്ടനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മുട്ടച്ചേട്ടാ? താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ വന്ന് 1 കിലോ ബീഫ് വാങ്ങിയപ്പോൾ 380 രൂപയാണ് എന്നോട് വാങ്ങിയത്. അതെന്ത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരത്തൊക്കെ 400 രൂപ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എന്തേ അങ്ങനെ? കുറഞ്ഞ ലാഭം, കൂടുതൽ കസ്റ്റമറെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബിസിനസ് കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് എന്താണ്? നമ്മൾ എല്ലാ ദിവസവും പ്യൂർ പോത്തിറച്ചി നമ്മൾ 5 മണി മുതൽ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പ്യൂർ പോത്താണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഒത്തിരി നല്ല കാര്യം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബിസിനസ്സൊക്കെ ഉഷാറാകട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മുട്ടച്ചേട്ടാ. ഇനിയും വീണ്ടും പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. ലൈക്ക്, കമൻറ്റുകളിൽ കൂടെ. ഒപ്പം മുട്ടച്ചേട്ടൻ എന്നുള്ള ID ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല മൊരിയായിട്ട് ഇന്ന് ബീഫ് തേങ്ങ വറുത്തതൊക്കെ ഇട്ടിട്ട് മുട്ടച്ചേട്ടനൊരു പിടി പിടിക്കട്ടെ. നിറഞ്ഞ സ്നേഹത്തോടു കൂടി മുട്ടച്ചേട്ടൻ.